നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേ സൈലൻസ് ആരംഭിക്കാം. സ്വാഗതം. സംസ്ഥാനത്ത് മെയ് 6 വരെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടും. സംസ്ഥാനത്തെ ഉഷ്ണതരംഗ സാധ്യത വിലയിരുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി. തൃശൂരിൽ ചില്ലറയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടയിൽ ബസ് കണ്ടക്ടറുടെ ക്രൂരമർദ്ദനത്തിനിരയായ കരുവന്നൂർ സ്വദേശി പവിത്രൻ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിലോടുന്ന ശാസ്ത ബസിന്റെ കണ്ടക്ടർ ഊരകം സ്വദേശി രതീഷിന്റെ മർദ്ദനത്തിൽ ഗുരുതരമായ പരിക്കേറ്റ് ചികിത്സയിൽ തുടരുകയായിരുന്നു. കൊളത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാർക്ക് പരിക്ക്. നെല്ലായി കൊളത്തൂരിൽ ബസ് ഇടിച്ച് കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു. മുക്കാട്ടുകര അയ്യന്തോൾ വീട്ടിൽ ക്രിസ്റ്റി, ഭാര്യ നിഷ, ക്രിസ്റ്റിയുടെ സഹോദരൻ ജോസഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂരിൽ കൈക്കൊട്ടിക്കുളി അവതരിപ്പിക്കുന്നതിനിടയിൽ കലാകാരി കുഴഞ്ഞു വീണു മരിച്ചു. അരിമ്പൂർ തട്ടാശ്ശേരി ജയരാജന്റെ ഭാര്യ സദ്യയാണ് മരിച്ചത്. ഹൃദയാഘാതമാണ് മരണകാരണം. ബുധനാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു സംഭവം. അപകടക്കെണിയൊരുക്കി ചാലക്കുടി ആനമല ജംഗ്ഷനിൽ നിന്നുമുള്ള അതിരപ്പള്ളി റോഡിൽ മരച്ചില്ലകൾ വൈദ്യുതി കമ്പിയിൽ തട്ടി നിൽക്കുന്നു. അതിരപ്പള്ളി റോഡിലേക്കുള്ള പ്രവേശന റോഡിൽ വൈദ്യുതി ഭവന് സമീപമാണ് അപകടം വിളിച്ചു വരുത്തുന്ന തരത്തിൽ മരച്ചില്ലകൾ വൈദ്യുതി കമ്പിയിൽ തട്ടി നിൽക്കുന്നത്. ചാലക്കുടി ആറാട്ടുകടവിൽ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വേനൽ ചൂടകറ്റാനായി വിദ്യാർത്ഥികളടക്കം നിരവധി പേരാണ് ഇവിടെ കുളിക്കാനായി എത്തുന്നത്. തടയണയ്ക്ക് സമീപവും ക്ഷേത്രത്തിന് സമീപത്തെ കുളക്കടവിലുമാണ് ഇവിടെ എത്തുന്നവർ കുളിക്കാനിറങ്ങുന്നത്. തൃശൂരിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന 6 കിലോ കഞ്ചാവുമായി യുവാവിനെ എക്സൈസ് പിടികൂടി. പൊങ്ങണങ്കാട് സ്വദേശി 37 വയസ്സുള്ള അനീഷാണ് പിടിയിലായത്. മണ്ണൂത്തി പട്ടാളക്കുന്നിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അംഗങ്ങളാണ് പ്രതിയെ പിടികൂടിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരം ആരംഭിച്ചിരിക്കുന്നത്. മാള അഷ്ടമിച്ചിറയിൽ സൂര്യകാന്തിത്തോട്ടം ഒരുക്കി കർഷകൻ. അരേക്കർ പാടത്ത് 4500 സൂര്യകാന്തി ചെടികളാണ് പൂവിട്ട് നിൽക്കുന്നത്. അഷ്ടമിച്ചിറ കൈതാരൻ വീട്ടിൽ ചന്ദ്രൻ സുഹൃത്തിൽ നിന്നുമാണ് സൂര്യകാന്തി ചെടിയുടെ വിത്ത് വാങ്ങി കൃഷി ചെയ്തത്. ആദ്യമായാണ് സൂര്യകാന്തി കൃഷി ചെയ്ത് വിളയിച്ചതെന്ന് ചന്ദ്രൻ പറയുന്നു. കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ ചായക്കടകളിൽ മോഷണം. എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം വെലിപ്പറമ്പിൽ ബഷീറിന്റെ ഉടമസ്ഥതയിലുള്ള ബജിക്കട, വത്സാലയത്തിന് സമീപം പാലത്തിങ്കൽ അനീഷിന്റെ ജയശ്രീ തട്ടുകട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേസ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.